ഭഗവാന്റെ ഓരോ അവയവവും പ്രപഞ്ചത്തിൻ്റെ ഓരോ ശക്തിയായി മാറുന്ന ആ അദ്ഭുത കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി 58-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ കൈകളിൽ നിന്നും പാദങ്ങളിൽ നിന്നും ആരൊക്കെയാണ് പ്രകടമായതെന്ന് സൂതൻ വിവരിക്കുന്നു. 58-ാം ശ്ലോകം കർമ്മത്തിൻ്റെയും ചലനത്തിൻ്റെയും ഉദ്ഭവം. ഭഗവാന്റെ അവയവങ്ങളിൽ നിന്ന് കർമ്മത്തിനും സംരക്ഷണത്തിനും ആധാരമായ ദേവതകൾ ആവിർഭവിക്കുന്ന ഭാഗമാണിത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഹസ്താഭ്യാം ചൈവ സമുദ്ബോധോ ഹ്യർത്തഗഃ പുരുഷർഷഭഃ പാദാഭ്യാം ച ഗച്ഛംശ്ച സദ്യശ്ചാവിർബഭൂവഃ. പദാനുപദ അർത്ഥം: ഹസ്താഭ്യാം രണ്ടു കൈകളിൽ നിന്ന്, സമുദ്ഭൂതഃ ആവിർഭവിച്ചു, ഹെർത്തഗഃ അർത്തകൻ യജ്ഞരക്ഷകനായ ദേവൻ അഥവാ കർമ്മത്തിൻ്റെ അതിദേവൻ, പുരുഷർഷഭഃ പുരുഷന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായവൻ, പാദാഭ്യാം രണ്ടു പാദങ്ങളിൽ കാലുകളിൽ നിന്ന്, ഗച്ഛൻ ഗമനം യാത്ര ചലനം, സദ്യഃ ഉടനെ തന്നെ, ആവിർബഭൂവ പ്രത്യക്ഷപ്പെട്ടു. ഹ തീർച്ചയായും. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഭഗവാന്റെ കൈകളിൽ നിന്ന് പുരുഷശ്രേഷ്ഠനും കർമ്മരക്ഷകനുമായ അർത്തകൻ ഉദ്ഭവിച്ചു. അവിടുത്തെ പാദങ്ങളിൽ നിന്ന് സകല ജീവജാലങ്ങളുടെയും സഞ്ചാരത്തിന് ആധാരമായ ചലനശക്തിയും, അതായത് ഗമനത്തിൻ്റെ അതിദേവനും തൽക്ഷണം പ്രകടമായി. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം നമ്മുടെ ജീവിതത്തിലെ കർമ്മത്തെയും ലക്ഷ്യത്തെയും സൂചിപ്പിക്കുന്നു. കൈകളും കർമ്മവും. കൈകൾ കർമ്മത്തിൻ്റെ പ്രതീകമാണ്. ഈ ലോകത്തിലെ സകല ക്രിയകളും നടക്കുന്നത് ഭഗവാന്റെ ഹസ്തങ്ങളിൽ നിന്നു വന്ന ആ കരുത്തുകൊണ്ടാണ്. നാം ചെയ്യുന്ന ഓരോ ജോലിയും ഭഗവാന്റെ ആ വിശ്വകർമ്മത്തിൻ്റെ അംശമാണ്. പാദങ്ങളും ലക്ഷ്യവും. കാലുകൾ ചലനത്തിൻ്റെ പ്രതീകമാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചലനശക്തി ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ് വരുന്നത്. നാം ആത്മീയമായ ഉന്നതിയിലേക്ക് ചുവടുകൾ വയ്ക്കുന്നതും ഭഗവാന്റെ ഈ ചൈതന്യം കൊണ്ടാണ്. വിശ്വരൂപ ദർശനം. ഈ അധ്യായത്തിലെ വരികൾ വായിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഭഗവാന്റെ ഒരു വിശ്വരൂപം തെളിഞ്ഞു വരണം. സൂര്യനും ചന്ദ്രനും കണ്ണുകളായും, ദിക്കുകൾ നഖങ്ങളായും, കൈകാലുകൾ കർമ്മചലനങ്ങളായും മാറുന്ന ആ അദ്ഭുതം. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, നിന്റെ കൈകൾ കൊണ്ട് നീ ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും ഭഗവാന് അർപ്പിക്കുക. നിന്റെ പാദങ്ങൾ എപ്പോഴും ധർമ്മത്തിൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കട്ടെ. എൻ്റെ കൈകൾ ഭഗവാന്റേതാണ്, എൻ്റെ പാദങ്ങൾ അവിടുത്തെ ചൈതന്യമാണ് എന്ന ബോധം നിനക്കുണ്ടായാൽ നിനക്കൊരിക്കലും തെറ്റായ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. സൃഷ്ടിയുടെ ഈ മഹാപർവം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. ഇനി 59-ാം ശ്ലോകത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടി കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിനും മറ്റ് ദേവതകൾക്കും ഭഗവാൻ നൽകിയ അവസാന നിർദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.